ഇത് ഞാൻ ഇതിന് തൊട്ട് മുന്നേ ചെയ്ത ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ബാത്റൂമിൽ ലൈറ്റ് ഓട്ടോമാറ്റിക് ഓൺ ആവുകയോ ഓഫ് ആവുകയും ചെയ്യുന്നൊരു സ്വിച്ച് വെച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് സംശയങ്ങളും കളിയാക്കലുകളും ഒക്കെ വന്നായിരുന്നു. അപ്പോൾ അതിനെല്ലാം മറുപടിയായിട്ട് അതിന് ഉള്ളൊരു വിശദീകരണമാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ടത് ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിനകത്ത് പൂർണ്ണമായിട്ടും കാണിക്കുന്നുമുണ്ട്. ചോദ്യം നമ്പർ 1, ഒരു മോഷൻ സെൻസർ വെച്ചാൽ പോരെ ബ്രോ? മോഷൻ സെൻസർ ഞാൻ വെച്ചിട്ടുണ്ട്. അത് പക്ഷേ ബാത്റൂമിലല്ല, ഇത് ഈ കാർ ഷെഡിലാണ്. കണ്ടോ, അടുത്ത് വരുമ്പോൾ ഓണായത് കണ്ടോ. പക്ഷേ ഇത് കുറച്ച് താമസമുണ്ട് ഓഫ് ആകാനായിട്ട്. നമ്മളതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ വെച്ച് വീടിനകത്തേക്ക് കയറുന്ന ആ ഒരു സമയത്തിൽ അത് ഓഫ് ആകത്തുള്ളൂ. ഇവിടെ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, കുഴപ്പമില്ല. കാരണം ചെറിയൊരു ഡിലേ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ആവശ്യം കഴിഞ്ഞ് അകത്ത് കയറുന്നിട്ട് അത് കത്തി നിന്നുള്ളൂ. പക്ഷേ ബാത്റൂമിലാണെങ്കിൽ എത്ര മിനിമം ടൈം സെറ്റ് ചെയ്താലും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് അത് ഓണായി തന്നെ നിൽക്കും. അവിടെ അതിൻ്റെ ആവശ്യമില്ല. അവിടെ നമുക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ആവശ്യം കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫാകുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് മോഷൻ സെൻസർ അതിനകത്ത് വെക്കാത്തത്. ഡിലേ കുറയ്ക്കുകയാണെങ്കിൽ അനക്കം നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓഫാകുകയും ചെയ്യും. ഡിലേ കൂട്ടി വെച്ചാൽ നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാലും കുറേ നേരത്തേക്ക് അത് കത്തി നിൽക്കുകയും ചെയ്യും. ഇത് രണ്ടും നമുക്കവിടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അതിനകത്ത് മോഷൻ സെൻസർ ഞാൻ ഉപയോഗിക്കാതിരുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചല്ലേ ബ്രോ ഓരോ സാധനവും അതിൻ്റേതായ സ്ഥാനങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. പേനിനെ കൊല്ലുക, നഖമമർത്തിയ ഇരുമ്പ് കൂടത്തിനടിച്ച് എലിക്ക് പാഷ, അല്ലാതെ AK-47 എടുത്ത് ആരും ഫയർ ചെയ്യാറില്ല. ചോദ്യം നമ്പർ 2, എന്തെങ്കിലും മെറ്റൽ പാർട്സ് വെച്ച് അതിൽ തൊട്ടാൽ കറണ്ട് അടിക്കില്ലേ എന്നാണ്. മെറ്റൽ പാർട്സ് എന്നല്ല, നമ്മൾ നേരിട്ട് പോയി കൈകൊണ്ട് തൊട്ടാലും കറണ്ട് അടിക്കില്ല. അതിൽ കാണുന്നത് ഒരു മെറ്റൽ പീസാണ്. അതിൽ കാണുന്നത് അത് അതിനുള്ളിലുള്ള പ്ലാസ്റ്റിക് അമർത്താൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ പീസാണ്. ഉണ്ട്, സ്വിച്ചും ലൈനും ഒക്കെ ഓണാണ്. എന്നിട്ട് ഞാൻ ചെരുപ്പ് പോലും ഇല്ലാതെയാണ് തറയിൽ നിൽക്കുന്നത്. തറയിൽ നിന്നുകൊണ്ട് ചെരുപ്പിടാതെയാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് നേരെ അതിൽ ആ മെറ്റൽ പീസിൽ തൊടുന്നത്. ഷോക്ക് അടിക്കില്ല. ഓണായി കിടന്നാലും ഓഫായി കിടന്നാലും എങ്ങനെയാണേലും അതിൽ ലൈൻ വരില്ല. എങ്ങനെയാണ് അതത്ര സേഫ് ആക്കുന്നതെന്ന് ബാക്കി വീഡിയോയിലുണ്ട്, മുഴുവൻ കാണുക. ഇതാണ് നമ്മൾ അതിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ച്. ഇത് 2 വേ സ്വിച്ച് പോലെ തന്നെ 3 ലെഗ് ഉണ്ട് ഇതിന്. അതിൽ ഒരെണ്ണം കോമൺ ആണ്, പിന്നെ 2 എണ്ണത്തിൽ നമുക്ക് ആവശ്യമനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ 2 എണ്ണത്തിൽ കൊടുക്കുകയാണെങ്കിൽ അത് ക്ലോസ് ആകുന്ന പൊസിഷനിൽ ഓൺ ആകും. തിരിച്ച് ഒരെണ്ണം മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഓപ്പൺ ആകുന്ന സമയത്ത് ഓൺ ആകും. അത് നമ്മളുടെ ആവശ്യമനുസരിച്ചാണ് നമ്മൾ അതിൽ ഏത് ലെഗ് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഈ സ്വിച്ചിൻ്റെ നടുവിലത്തെ പോയിൻറ്റിൽ നമ്മൾ ഡോറ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്തും ചുമ്മാ കറണ്ട് സപ്ലൈ വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ അത് സേഫാക്കാൻ വേണ്ടി അതിലേക്ക് നമ്മളൊരു സ്ലീവ് കയറ്റി ചൂടാക്കി അത് സേഫാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് 2 ലെഗുകളിലേക്കും വയർ സോൾഡർ ചെയ്ത ശേഷം അതും ഇതുപോലെ സ്ലീവ് കയറ്റി ചൂടാക്കി അതും സേഫാക്കി വെക്കും. ഇൻസുലേഷൻ നല്ല കറക്റ്റായിട്ട് ചെയ്ത ശേഷം ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് ലീക്കൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഇത്രയും കണ്ടിട്ട് ലീക്കിൻ്റെ ബാക്കി സംശയങ്ങളും കമൻറ്റും ഇടുന്നതിന് മുമ്പ് ബാക്കി കൂടി മുഴുവനായിട്ട് കാണുക. അപ്പം ബാക്കിയുള്ള ഇൻസുലേഷൻ്റെ കാര്യം കൂടി അതിനകത്ത് പറയുന്നുണ്ട്. ഇനി ആ സ്വിച്ച് വെക്കാനായിട്ട് ആ സ്വിച്ചിൻ്റെ അളവ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഒരു തടിയിൽ സ്വിച്ച് കയറാൻ പാകത്തിന് ഒരു ഗ്രൂവ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഗ്രൂവിൻ്റെ ഡെപ്ത്ത് കണക്കാക്കി ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ആ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് ഡോറിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വയർ ജാമാകാതെ അതിനകത്ത് സേഫായിട്ടിരിക്കാൻ വേണ്ടി ആ വയർ പോകാൻ കൂടി വേണ്ടിയിട്ട് ഒരു കട്ടിങ് കൂടി അതിൻ്റെ ഇടയ്ക്ക് ആ വയർ കയറാനുള്ളൊരു ഗ്യാപ്പ് കണക്കാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ്ങും ഷേവിങ്ങും എല്ലാം കഴിഞ്ഞ് തടി ഈ പരുവത്തിനിരിക്കും. ഇനി ഇതിലേക്കാണ് ആ സ്വിച്ച് എടുത്ത് നമ്മൾ പിടിപ്പിക്കുന്നത്. ഇനി ആ വയർ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്വിച്ച് എടുത്ത് ഈ തടിയിലേക്ക് കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ഇൻസുലേഷൻ ടേപ്പിട്ട് നല്ലപോലെ ഇത് കവർ ചെയ്യും. വയറെല്ലാം നമ്മൾ ആ ഗ്രൂവിൻ്റെ ഇടയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നന്നായിട്ട് കവർ ചെയ്യും. ഇത് കൂടാതെ ഡോറിലേക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് സിലിക്കോണും കൂടി അടിച്ച് സീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കവർ ചെയ്തെടുത്ത ഈ സ്വിച്ചാണ് ഈ കാണുന്നത്. ഇതുപോലെ ഒരെണ്ണം ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തതാണ് ഈ ഡോറിൽ വെച്ചിരിക്കുന്നത്. ഈ സെയിം സാധനം തന്നെയാണ്. അത് അഴിച്ചെടുത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ വേറൊരെണ്ണം ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. എൻ്റേത് പിന്നെ പഴയ വീടായ കാരണം കൺസീൽഡ് വയറിംഗ് അല്ല, അതുകൊണ്ട് ആ പുറമേ ഉള്ള കുഴലിനകത്തൂടെ തന്നെ ഒരു ലൈൻ വലിച്ച് കേസിങ് ക്യാപ്പ് കൂടി ഇട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഡോറിൽ കാണുന്ന പീസ്
നമ്മുടെ പ്ലംബിങ്ങിനൊക്കെ പൈപ്പ് അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ക്ലാമ്പാണ്. മെറ്റൽ പീസാണ്. അത് ഞാൻ നേരത്തെ കാണിച്ച പോലെ അതിൽ മെറ്റലിൽ ഷോക്ക് വരാത്തതുകൊണ്ട് ഇതിലേക്കും അങ്ങനെ കറണ്ട് വരാൻ സാധ്യത ഇല്ലെന്നല്ല, കറണ്ട് വരില്ല. ഇതായിരുന്നു നമ്മുടെ ബാത്റൂമിൻ്റെ ആദ്യത്തെ നോർമലായിട്ട് ഉപയോഗിച്ചിരുന്ന സ്വിച്ച്. വേറെ എക്സ്ട്രാ സ്വിച്ചും എല്ലാം വെക്കണമെന്ന് ആരോ ചോദിച്ചായിരുന്നു. ഞാൻ ഉള്ള സ്വിച്ച് കൂടി മാറ്റി ഇപ്പോൾ ഒരു ഡമ്മി വെച്ച് അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സ്വിച്ചിൻ്റെ ആവശ്യമില്ല. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൺ ആയിക്കോളും, ക്ലോസ് ചെയ്യുമ്പോൾ ഓഫാവും. ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഡമ്മി എടുത്ത് മാറ്റി ഒരു ഇൻഡിക്കേറ്റർ കൂടി വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ കുറച്ചുകൂടി എളുപ്പമാകുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല, ചെയ്തപ്പോൾ വേറൊരു ഉപയോഗം കൂടി ഉണ്ടായി. കാരണം നമുക്ക് ഈ സ്വിച്ചിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന് അകത്ത് ലൈറ്റ് ഓഫായില്ലെങ്കിൽ പുറത്ത് ഇൻഡിക്കേറ്റർ നോക്കിയാൽ അറിയാൻ പറ്റും. കാരണം പുറത്ത് നിൽക്കുമ്പോൾ അകത്ത് ലൈറ്റ് ഓണാണോ ഓഫാണോ എന്ന് ഇൻഡിക്കേറ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വേറെ ആ ഭിത്തിയിൽ ന്യൂട്രൽ ലൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ബൾബിൻ്റെ പോയിൻറ്റിൽ നിന്ന് തന്നെ ന്യൂട്രൽ ലൈൻ എടുത്ത് ആ സ്വിച്ച് ബോർഡിനകത്തേക്ക് കൊടുത്തു. പിന്നെ ആ സ്വിച്ചിൽ നിന്നുള്ള ഔട്ട് തന്നെയാണ് ഇൻഡിക്കേറ്ററിൻ്റെ ഫേസ് ആയിട്ടും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബൾബ് കത്തിയാൽ മാത്രമേ ആ ഇൻഡിക്കേറ്റർ കത്തുള്ളൂ. സ്വിച്ചിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന് ബൾബ് തെളിഞ്ഞ് തന്നെ നിൽക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ തെളിഞ്ഞ് തന്നെ നിൽക്കും. ബൾബ് ഓഫായാൽ ഈ ഇൻഡിക്കേറ്റർ ഓഫാവും. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഒരേ സമയം അകത്തുനിന്നും പുറത്തുനിന്നും 2 ക്യാമറ ഒരുമിച്ച് വെച്ച് എടുത്ത ഷോട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇനി എല്ലാവർക്കും കോമൺ ആയിട്ട് വരാവുന്ന ഒരു ഡൗട്ടാണ്, പുറത്തുനിന്ന് അടയ്ക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആകുകയാണെങ്കിൽ അകത്ത് കയറി അടയ്ക്കുമ്പോൾ ഓഫ് ആകേണ്ടതെന്ന്. അതിനുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഞാൻ ഈ ലോക്കിൻ്റെ പുറകിൽ ആ ഒരു ചെറിയൊരു തടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഈ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്ന സമയത്ത് ഡോറ് കുറച്ചുകൂടി പുറത്തേക്ക് വലിയും. അകത്തുനിന്ന് ലോക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വലിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തടി വെച്ച് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അകത്തുനിന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ഇത്രയും മാത്രമേ ആകത്തുള്ളൂ. പിന്നെ വയർ ടാഗ് ചുറ്റിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഫ്രീ പ്ലേ ഉണ്ട് ഓടാമ്പലിന്. അത് പുതിയത് വാങ്ങിച്ചാലും ഉണ്ട്. അതുകൊണ്ടാണ് ആ വയർ ടാഗ് ചുറ്റി അതിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടതിൽ പലർക്കും സംശയം ഉണ്ടായിരുന്നു. ചിലരത് ഓപ്പണായിട്ട് കമൻറ്റിലൂടെ ചോദിച്ചു. ചോദിക്കാത്തവർക്കും പല സംശയങ്ങളും തോന്നിയവരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും എല്ലാ സംശയവും ഈ വീഡിയോയിൽ തീർന്നെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്